ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇതാണ് പോയിന്റ്. ദ കീ വേ ടു റെഡ്യൂസ് ബോഡി ഫാറ്റ് ഫാസ്റ്റ്. വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ ബോഡി ഫാറ്റ്. ബോഡി ഫാറ്റും കൂടെ കുറച്ചാൽ മാത്രമാണ് നമ്മൾ കുറയ്ക്കുന്ന വെയിറ്റിനെ നമുക്ക് ലൈഫ് ലോങ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇത് വെരി വെരി ഇമ്പോർട്ടന്റ്. പട്ടിണിയാണ് നമുക്ക് വെയിറ്റ് കുറയ്ക്കാം, തല കുത്തി മറിഞ്ഞ് വെയിറ്റ് കുറയ്ക്കാം, പല മെത്തേഡിലും വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ ബോഡി ഫാറ്റ് റെഡ്യൂസ് ചെയ്യണമെങ്കിൽ കൃത്യമായ മെത്തേഡുകൾ പോയാൽ മാത്രമാണ് സാധിക്കത്തുള്ളൂ. ഇപ്പൊ ബോഡി ഫാറ്റ് റെഡ്യൂസ് ചെയ്യുന്നത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ പ്രോട്ടീൻ ചെയ്യുമ്പോൾ മസ്റ്റ് ആയിട്ടും ബോഡി ഫാറ്റ് റെഡ്യൂസ് ചെയ്യണം. ബോഡി ഫാറ്റ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ബെനിഫിറ്റ്സ് നമുക്കുണ്ട്. നമുക്ക് ഹെൽത്ത് വൈസ് ഉണ്ട്, അതുപോലെ നമ്മുടെ ഫിസിക് വൈസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് നമുക്കുണ്ട് ബോഡി ഫാറ്റ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. നമുക്ക് ചില ആൾക്കാർ വെയിറ്റ് കൂടുമ്പോൾ തന്നെ അവർക്ക് മടിയൊക്കെ തുടങ്ങും. മടി തുടങ്ങുന്നതിന്റെ കാരണം ബോഡി ഫാറ്റ് കൂടുതലാണ്. അതുപോലെ തന്നെ പല ഓർഗൻസും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റാത്തത് ബോഡി ഫാറ്റ് കൂടുതലായതുകൊണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ ബോഡി ഫാറ്റ് കൂടി കഴിഞ്ഞാൽ നമുക്ക് സ്ട്രോക്ക്, അതുപോലെ അറ്റാക്ക്, അതുപോലെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് വരാൻ ചാൻസ് കൂടുതലാണ്. നമ്മുടെ സ്കിന്ന് ഡാമേജ് ആവും, അതുപോലെ തന്നെ നമ്മുടെ ബോഡിയുടെ ഷേപ്പ് മൊത്തത്തിൽ അൺഷേപ്പ് ആവും. ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് നമുക്ക് ബോഡി ഫാറ്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ. നമുക്ക് നോർമലി നമ്മൾ ഒരു ലാബിൽ പോയി ചെക്ക് ചെയ്യുമ്പോൾ അവർ കൊളസ്ട്രോൾ ലെവൽ മാത്രമേ പറയത്തുള്ളൂ, അതായത് ബ്ലഡിലെ കൊളസ്ട്രോളിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരുന്നത്. പക്ഷെ നമ്മളിവിടെ പറയുന്നത് ബോഡി ഫാറ്റ് ആണ്. ഇപ്പൊ നമ്മുടെ കൈയുടെ ഭാഗത്ത്, അതുപോലെ തന്നെ വയറിന്റെ ഭാഗത്ത്, താഴെ ഭാഗത്തൊക്കെ ഇങ്ങനെ തൂങ്ങി കിടക്കണ്ടായിരിക്കും. ഇതാണ് ബോഡി ഫാറ്റ് എന്ന് പറയുന്നത്. ടോട്ടൽ ബോഡിയിലുണ്ട്. എക്സസ് ആയിട്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ പല സ്ഥലത്തും അൺഷേപ്പായിട്ട് തൂങ്ങി വരുന്നത്. ഓൾറെഡി ഒബീസ് ആയിട്ടുള്ള മിക്ക ആൾക്കാർക്കും തന്നെ ഫാറ്റ് ഓൾറെഡി കൂടുതലായിരിക്കും. അപ്പൊ നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ വെയിറ്റ്, ഫാറ്റ്, BMI, ഈ മൂന്ന് കാര്യങ്ങൾ കുറയ്ക്കുന്നതിന്റെ മെയിൻ കാരണം, ഒന്ന് നമ്മൾ ഹെൽത്തി വെയിലാണ് വെയിറ്റ് ലോസ് ചെയ്യണത്. രണ്ട്, നമ്മൾ കുറച്ച് വെയിറ്റ് നമുക്ക് ലൈഫ് ലോങ് മെയിൻറ്റെയിൻ ചെയ്യണം. മൂന്ന്, നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല റീഷേപ്പ് ആയിട്ട് നമ്മുടെ ബോഡിനെ എത്തിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ മൂന്ന് കാര്യത്തിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്തിട്ട് വെയിറ്റ് ലോസ് ചെയ്യണത്. ചുമ്മാ പട്ടിണി കിടന്നിട്ടല്ല നമ്മൾ വെയിറ്റ് കുറയ്ക്കണത്. കൃത്യമായിട്ടുള്ള ന്യൂട്രീഷൻ, ഡയറ്റ്, വർക്കൗട്ട്, പ്രോപ്പർ ആയിട്ടുള്ള ഫോളോ അപ്പ്, ഇതെല്ലാം കറക്റ്റ് വന്നിട്ടാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ മൂന്ന് കാര്യങ്ങളും കൃത്യമായി നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് നമുക്ക് ഫാറ്റ് ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്ന് നോക്കാം. ഫാറ്റ് നമുക്ക് നോക്കുവാണെങ്കിൽ ബോഡി ഫാറ്റ് നമുക്ക് മൂന്ന് ടൈപ്പ് ആണത്തുള്ളൂ. ഒന്ന് എസെൻഷ്യൽ ഫാറ്റ്, രണ്ട് സബ്ക്യൂട്ടനസ് ഫാറ്റ്, മൂന്ന് വിസറൽ ഫാറ്റ്. എസെൻഷ്യൽ ഫാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന്റെ തൊട്ടടിയിലുള്ള ഫാറ്റാണ് എസെൻഷ്യൽ ഫാറ്റ്. അത് നല്ല ഒരു ലിക്വിഡ് ഫാറ്റ് എന്ന് നമുക്ക് പറയാം. നമുക്കെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പിഞ്ച് ചെയ്യാൻ പറ്റും, നമുക്ക് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും എസെൻഷ്യൽ ഫാറ്റ് നമ്മുടെ ശരീരത്തുണ്ടെങ്കിൽ. ഇത് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത്ര നല്ലതല്ല, ബോഡിയൊക്കെ അൺഷേപ്പിലോട്ട് പോകും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എസെൻഷ്യൽ ഫാറ്റ് ആയിരിക്കും ഫസ്റ്റ് ലോസ് ആയിട്ട് വരുന്നത്. നമ്മൾ പെട്ടെന്ന് ഡയറ്റ് എടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് 1 കിലോ 2 കിലോ 3 കിലോ കുറയുമ്പോഴത്തേക്കും ആ ഒരു ഡയറ്റ് എടുക്കുന്നതും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫാറ്റ് ലോസ് നടക്കുമ്പോൾ ഉണ്ടാകുന്ന എസെൻഷ്യൽ ഫാറ്റിന്റെ ആ ഒരു റിസൾട്ട് ആണ് പെട്ടെന്ന് നമുക്ക് ആ സ്റ്റാർട്ടിങ് ടൈമിൽ നമുക്ക് വെയിറ്റ് ലോസ് നടക്കുന്നത്. ലിക്വിഡ് ഫാറ്റ് എന്ന് പറയാം. ലിക്വിഡ് ഫാറ്റ് കുറയാനായിട്ട് വളരെ എളുപ്പമാണ്. നമ്മൾ ഡയറ്റ് നോക്കിയാൽ മതി, സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് തന്നെ റെഡ്യൂസ് ആയിട്ട് മാറും. ഇനി നെക്സ്റ്റ് നോക്കുകയാണ് സബ്ക്യൂട്ടനസ് ഫാറ്റ്. ഇത് നമ്മുടെ ബെല്ലി ഫാറ്റ് എന്ന് പറയും. നമ്മുടെ വയറിന് ചുറ്റുമുള്ള ഫാറ്റാണ് സബ്ക്യൂട്ടനസ് ഫാറ്റ്. നമ്മുടെ ഈ എക്സസ് ആയിട്ട് തൂങ്ങിക്കിടന്ന ഫാറ്റുകളൊക്കെ ഇല്ലേ, ഇതിനാണ് സബ്ക്യൂട്ടനസ് ഫാറ്റ് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് വയറിന്റെ ഭാഗത്താണ് മിക്ക ആൾക്കും. പിന്നെ അണ്ടർആംസിന്റെ അടിയിൽ ഉണ്ടായിരിക്കും, അതുപോലെ താടി, ഇങ്ങനെ പല സ്ഥലത്തും എക്സസ് ആയിട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഒരു ഫാറ്റാണ് സബ്ക്യൂട്ടനസ് ഫാറ്റ്. ഈ ഫാറ്റിനെ നമുക്ക് സ്പോഞ്ചി ഫാറ്റ് എന്ന് പറയാൻ പറ്റും. നോർമലി ഉള്ള ടൈം സബ്ക്യൂട്ടനസ് ഫാറ്റ് എന്നാണ്, നമ്മൾ കുറച്ച് സിമ്പിൾ ആയിട്ട് സ്പോഞ്ചി ഫാറ്റ് എന്ന് പറയണം. സ്പോഞ്ചി ഫാറ്റ് നോർമലി പോകണമെങ്കിൽ കൃത്യമായിട്ടുള്ള ഫോളോ അപ്പ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കൃത്യമായിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്താൽ മാത്രമാണ് പോകത്തുള്ളൂ. എസെൻഷ്യൽ ഫാറ്റ് പോലെ അത്ര ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ സബ്ക്യൂട്ടനസ് ഫാറ്റ് ലോസ് ആവത്തില്ല. കൃത്യമായിട്ടുള്ള ഡയറ്റ്, കൃത്യമായിട്ടുള്ള പ്രൊഡക്റ്റ് യൂസേജ്, കൃത്യമായിട്ടുള്ള ഫോളോ അപ്പ്, വാട്ടർ ഇൻടേക്ക്, ഇതെല്ലാം കൂടെ കൃത്യമായിട്ട് വരുമ്പോഴാണ് നമുക്ക് സബ്ക്യൂട്ടനസ് ഫാറ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. ഇനി നേരെ അടുത്ത് നോക്കുകയാണെങ്കിൽ വിസറൽ ഫാറ്റ്. ഇത് വെരി വെരി ഡേഞ്ചർ ഫാറ്റ്. ഈ ഫാറ്റാണ് നമ്മുടെ ഓർഗൻസിനെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന ഫാറ്റിനെയാണ് വിസറൽ ഫാറ്റ് എന്ന് പറയുന്നത്. ഓർഗൻസിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് വിസറൽ ഫാറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മുടെ തെറ്റായ ജീവിതശൈലി വെച്ചിട്ട് എക്സസ് ആയിട്ട് ആ ഓർഗൻസിനെ ടൈറ്റൻ ചെയ്തിട്ട് അതിന്റെ വർക്കിനെ തടസ്സപ്പെടുത്തും. വിസറൽ ഫാറ്റ് നമുക്ക് കൂടുതലാണെങ്കിൽ നമുക്ക് സ്പീഡിൽ നടക്കാനോ സ്റ്റെപ്പ് കയറാനോ ബുദ്ധിമുട്ടായിരിക്കും. കാര്യം എന്താ, നമുക്ക് ഭയങ്കരമായിട്ട് ബ്രീത്തിങ് ഇഷ്യൂ ഉണ്ടാവും. നമ്മുടെ ശ്വാസകോശത്തിനെ അത് പൊഞ്ഞിരിക്കുമായിരിക്കും. അതുപോലെ ഹാർട്ടിനുള്ള ഇഷ്യൂസ് ഉണ്ടായിരിക്കും, ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, അങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ് വിസറൽ ഫാറ്റ് കൂടി കഴിഞ്ഞാൽ ഉണ്ടാവും. വളരെ മൈന്യൂട്ട് ആയിട്ട് ഒരു ലെയർ മാത്രം അതിന്റെ ആവശ്യമുള്ളൂ ശരിക്കും. പക്ഷെ നമ്മൾ എക്സസ് ആയിട്ട് ഇതൊന്നും ശ്രദ്ധിക്കാതെ റോങ് ആയിട്ടുള്ള ഈറ്റിംഗ് ഹാബിറ്റ് പോയിട്ട് ഒരുപാട് വിസറൽ ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ അക്യുമുലേറ്റ് ആയിട്ടായിരിക്കും. ഇത് കൂടുന്ന ഒട്ടും തന്നെ നല്ലതല്ല. വിസറൽ ഫാറ്റ് കുറയ്ക്കാനായിട്ട് നമ്മൾ കൃത്യമായിട്ടുള്ള ഡയറ്റ്, കൃത്യമായിട്ടുള്ള വർക്കൗട്ട്, കൃത്യമായിട്ടുള്ള ഫോളോ അപ്പ്, കൺസിസ്റ്റൻസി വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഫാറ്റ് മൗണ്ടർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ
നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ വിസർ ഫാറ്റ് എത്രയാണെന്ന്, സബ്ക്യൂണസ് ഫാറ്റ് എത്രയാണെന്ന് അറിയാൻ പറ്റും. ബോഡി ഫാറ്റ് നമുക്ക് നോക്കുവാണെങ്കിൽ നോർമൽ ബോഡി ഫാറ്റ് എന്ന് പറയുകയാണെങ്കിൽ ആണുങ്ങൾക്ക് 10നും 20നും ഉള്ളിലാണ് വേണ്ടത് ശതമാനം, ലേഡീസിന് 20 തൊട്ട് 30 വരെ. ഇതിലോട്ട് മേലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്ര നല്ലതല്ല, ഹെൽത്തി ആയിരിക്കത്തില്ല, എല്ലാം നമുക്ക് തകിടം മറിഞ്ഞു പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഫാറ്റ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ബോഡി ഫാറ്റ് എത്രയാണെന്നുള്ളത് നിങ്ങൾ അനലൈസ് ചെയ്യുക, നിങ്ങളുടെ കോച്ചുമായിട്ട് സംസാരിച്ചിട്ട് എത്രയാണോ നിങ്ങൾക്ക് വേണ്ടതെന്ന് അറിഞ്ഞിരിക്കുക, എത്രയാണ് ഇപ്പോൾ ഉള്ളതെന്ന് അറിഞ്ഞിരിക്കുക, അതിനെ കുറയ്ക്കാനുള്ള പ്രോഗ്രാം ചെയ്യുക. കേവലം വെയിറ്റ് ലോസ് മാത്രം ചെയ്തിട്ട് കാര്യമില്ല. ഇനി ഇതാണ് നോർമലി ഒരു 80% ബോഡി ഫാറ്റ് അക്യുമുലേറ്റ് ആയിട്ടുള്ള ഒരു ബോഡി നമ്മുടെ ഇട സൈഡിൽ കടന്നു. വലു സൈഡിലാണെങ്കിൽ നോർമൽ ഒരു ബോഡി. നമ്മളെല്ലാവരും ഈ ഫോട്ടോ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ ബോഡിയുടെ MRI എടുത്തിരിക്കുന്ന ഒരു പിക്ചറാണ്. ഇതിനകത്ത് 80% ഫാറ്റ് വന്നപ്പോഴത്തേക്കും കണ്ടോ നമ്മുടെ ബോഡിയുടെ ടോട്ടൽ സ്ട്രക്ചർ മാറി, ശരിയല്ലേ? ഇനി 20% ആണെങ്കിൽ ആവശ്യത്തിന് എല്ലായിടത്തും കറക്റ്റ് ആയിട്ടുള്ള ഫാറ്റിന്റെ അളവുണ്ട്. നമ്മുടെ ശരീരത്തിന് വേണ്ടടുത്ത് വേണ്ട കറക്റ്റ് ആയിട്ടുള്ള ഫാറ്റ്, നമ്മുടെ ബോഡി ഷേപ്പ് കറക്റ്റ് ആയിരിക്കും, നമ്മുടെ ആക്റ്റീവ് ലെവല് സൂപ്പർ ആയിരിക്കും, നല്ല ഹെൽത്തി ആയിരിക്കും, നല്ല ബോഡി ഷേപ്പ് ആയിരിക്കും, എക്സസ് വെയിറ്റ് ഒന്നുമില്ല, നല്ല ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. 80% വരുവാണെങ്കിൽ നമ്മുടെ ബോഡി സ്ട്രക്ചറേ മാറി, കാലിന്റെ ലിഗ്മെന്റ് തന്നെ ഉണ്ടോ. അപ്പോൾ ഇത്രയും എക്സസ് ആയിട്ടുള്ളത് എല്ലാം നമ്മുടെ ലിഗ്മെന്റിലാണ് താങ്ങണത്. അപ്പോൾ ഇവിടെ ഇത് കുറച്ചില്ലെങ്കിൽ പിന്നെ നമുക്ക് മുട്ടുവേനയായിട്ട് സ്റ്റാർട്ട് ചെയ്യും, പിന്നെ മുട്ട് മാറ്റി വെക്കണം എന്ന് പറയും, ചിരട്ട തേയ്യോ എന്ന് പറയും. ഇതൊക്കെ ഓരോന്ന് പറഞ്ഞ് ഇഷ്യൂസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഏറ്റവും ഈ ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടാവാതിരിക്കാനുള്ള മെയിൻ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി വെയിറ്റ് കുറയ്ക്കുക, ഫാറ്റ് കുറയ്ക്കുക, BMI കുറയ്ക്കുക. ഇത് കുറയ്ക്കുമ്പോൾ തന്നെ നമ്മുടെ ഒരു 90% അസുഖങ്ങൾ മാറും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ബോഡി ഫാറ്റ് വെരി വെരി ഇമ്പോർട്ടന്റ്. 80% ഉള്ള ആൾക്കാർ 20% വരിക, 20% ഉള്ള ആൾക്കാർ മര്യാദയ്ക്ക് ഫോളോ അപ്പ് ചെയ്തില്ലെങ്കിൽ 80% പോകുന്നതാണ്. അതുകൊണ്ട് 80-ന് 20 മാത്രം വരാൻ നോക്കാം. ഓക്കെ, ഇതാണ് ഒരു നമ്മുടെ ഔട്ടർ ബോഡിയുടെ സ്ട്രക്ചർ. ഫാറ്റ് അക്യുമുലേറ്റ് ആയപ്പോൾ ആളുടെ ശരീരത്തിന്റെ വീതി കൊണ്ടാണോ ഭയങ്കരമായിട്ട് നമുക്ക് വീതി കൂട്ടും, തിക്നെസ് കൂട്ടും നമ്മുടെ വയറിന്റെ, നമുക്ക് മൊത്തത്തിൽ സഫോക്കേഷൻ ആയിരിക്കും. ഭക്ഷണം കഴിക്കാനൊക്കെ നല്ല രസമായിരിക്കും, പക്ഷെ ഫാറ്റ് കൂടി കഴിഞ്ഞാൽ മെയിനായിട്ട് ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ, റെഡിമെയ്ഡ് ഡ്രസ്സ് എടുക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഹെൽത്ത് വൈസ് ഓടാൻ വയ്യ, ചാടാൻ വയ്യ. അതുകൊണ്ട് ഫാറ്റ് കുറയ്ക്കണം. ഇനി ഫാറ്റും മസിലും തമ്മിലുള്ള വ്യത്യാസം. ഫാറ്റ് എന്ന് പറഞ്ഞ സാധനം നമ്മുടെ ശരീരത്ത് അക്യുമുലേറ്റ് ചെയ്യാനായിട്ട് കുറെ സ്പേസ് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഫാറ്റ് കൂടുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒബീസിറ്റി കാണിക്കുന്നതും നമ്മുടെ ശരീരത്തിന്റെ വീതി കൂടുന്നതും ഇങ്ങനെ വീർത്ത് 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 വരുന്നത്. അന്ന് നേരെ മറിച്ച് ഐഡിയൽ വെയിറ്റ് ആകുമ്പോൾ നമുക്ക് മസിൽസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ വരുന്നത്. മസിൽസിനെ നമുക്ക് സ്ട്രെങ്തൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി നല്ല റീഷേപ്പ് ആയിരിക്കും. മസിൽസിന് അക്യുമുലേറ്റ് ആയിട്ട് വളരെ കുറച്ച് സ്പേസ് മതി. 2 കിലോ ഫാറ്റ് ആണെങ്കിൽ ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കും, 2 കിലോ മസിലാണെങ്കിൽ ക്വാണ്ടിറ്റി കുറവായിരിക്കും. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോ പഞ്ഞിയും 1 കിലോ ഇരുമ്പിന്റെ കട്ടിയും, ഇതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും ഫാറ്റ് എന്ന് പറയുമ്പോൾ അക്യുമുലേറ്റ് ചെയ്യാൻ ഒരുപാട് സ്പേസ് ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ബോഡി അൺഷേപ്പിലോട്ട് പോകുന്നത്, നമ്മൾ വീതി വെച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നേരെ ഫാറ്റിനെ കുറച്ചിട്ട് നമ്മുടെ മസിൽസിലോട്ട് എത്തിച്ചു കഴിഞ്ഞാൽ നല്ല രീതിക്ക് നമുക്ക് ഹെൽത്തി ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും, കാണാൻ നല്ല സുന്ദരന്മാരായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ശ്രദ്ധിച്ച് കൃത്യമായിട്ട് പ്രോഗ്രാം ചെയ്യുക. കോച്ചുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ഡയറ്റ്, ഫോളോ അപ്പ്, പ്രൊഡക്റ്റിന്റെ യൂസേജ് കൃത്യമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ല റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നല്ല റിസൾട്ട് ലഭിക്കും, ഹെൽത്തി ആയിട്ട് മുന്നോട്ട് ട്രാവൽ ചെയ്യാൻ സഹായിക്കുന്നതാണ്. എല്ലാവരും കൃത്യമായിട്ട് പ്രോഗ്രാം ചെയ്യുക, ഹെൽത്തിയായി ഹാപ്പിയായി മുന്നോട്ട് ട്രാവൽ ചെയ്യുക. താങ്ക് യു.